എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയിൽ വൈപ്പിൻ മുനമ്പം റൂട്ടിൽ വളപ്പ് ജംഗ്ഷനിൽ നിന്നും അല്പം തെക്ക് മാറി മാതാവിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന നിത്യസഹായ മാതാ ദേവാലയം ഓച്ചന്തുരത്ത് നിത്യസഹായ മാതാ ദേവാലയം എന്ന് അറിയപ്പെടുന്നു. വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ വൈപ്പിൻകരയിലെ പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നു തന്നെയാണ് ഈ ദേവാലയം. ഓച്ചന്തുരത്ത് കുരിശിങ്കൽ ഇടവകയുടെ കീഴിലായിരുന്ന ഈ ദേവാലയം 1967 സ്വതന്ത്ര ഇടവകയായത്. 58 വർഷം പിന്നിടുമ്പോൾ 1600 പരം കുടുംബാംഗങ്ങളുടെ ഇടവകയായി തല ഉയർത്തി നിൽക്കുന്നു. പുണ്യപുരാതനമായ ഈ ദേവാലയം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും മാതാവിൻ്റെ അനുഗ്രഹത്തിനായി നാനാ ദേശത്തു നിന്നും ഇവിടെ വരികയും മാതാവിൻ്റെ അനുഗ്രഹം നേടി സന്തോഷത്തോടെ പോകാറുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷിയാണ് ഈ ദേവാലയം. ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മാതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നത്. എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് അതിർത്തിയിൽ നടക്കുന്ന പെരുന്നാളുകളിൽ മുൻനിരയിലാണ് ഈ ദേവാലയം. പെരുന്നാൾ ദിനങ്ങളിലെ ദിവ്യബലികളിലും മറ്റ് കലാപരിപാടികളിലും നേർച്ച സദ്യയിലും 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കാറുണ്ട്. ഈ പ്രദേശത്തിൻ്റെ വലിയ ആഘോഷമായി മാറിയ പെരുന്നാൾ ദിനത്തിൽ അനുഗ്രഹം നേടുവാനായി പ്രസിദ്ധി ആകാനുള്ള അവസരം എല്ലാ വിശ്വാസികൾക്കും ഈ ഇടവക നൽകാറുള്ളത് മറ്റു ഇടവകളെ അപേക്ഷിച്ച് പുതുമ തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ്. അനുഗ്രഹം നേടിയവർക്ക് നന്ദി അർപ്പിക്കുന്നതിനും ആവശ്യങ്ങൾ സാധിച്ച് കിട്ടുന്നതിനും വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടത്തെ പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ എത്താറുണ്ട്. മാതാവിൻ്റെ മധ്യസ്ഥം തേടി വരുന്ന ആരെയും കൈവിടില്ല എന്നതാണ് ഈ ദേവാലയത്തിൽ ഒരു തവണ വന്നവർ ഇവിടത്തെ നിത്യ സന്ദർശകരായി മാറുവാനും മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി വളരുവാനുമുള്ള കാരണമായി പറയപ്പെടുന്നത്. നിത്യ ആരാധനാലയം, വേദനയാൽ വരുന്നവർക്ക് സൗഖ്യം നൽകുന്ന ആരാധനാലയം. പൂന്തോട്ടത്തിനു മധ്യേ നിലയുറപ്പിച്ച ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവർക്കും മനസ്സിനും ശരീരത്തിനും ഉണർവേകുന്ന അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് ഇവിടം സന്ദർശിക്കുന്നവർക്ക് സൗഖ്യം നൽകുന്ന ആലയത്തിൽ കൈപ്പടയാൽ എഴുതിയ ബൈബിൾ കാണുവാൻ കഴിയും. മനമടുത്തു വരുന്നവർക്ക് സ്വർഗീയാനുഭൂതി നൽകുന്ന രീതിയിൽ ആരാധനാലയത്തിൻ്റെ ഉൾവശം ക്രമീകരിച്ചിരിക്കുന്നു. ജനതകളുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് അപ്പമായി മാറിയ ആരാധനാലയത്തിൻ്റെ അരുളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ അനുഗ്രഹം ഇവിടെ സന്ദർശിക്കുന്നവർക്ക് എന്നും മറക്കാത്ത അനുഭവം തന്നെയാണ്. പള്ളിയുടെ അകത്തളത്തിൽ കൈപ്പടയാൽ എഴുതിയ ബൈബിൾ കാണുവാൻ കഴിയും. അൾത്താരയുടെ പിറകിൽ സക്രാരിയും അതിനു മുകളിലായി നിത്യസഹായ മാതാവിനെയും കാണുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ അനുയായി മാറിയ എല്ലാ ജനതകളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നിത്യസഹായ മാതാവ്. 1866 മുതൽ ഇറ്റലിയിൽ നിന്നും ആരംഭിച്ചതാണ് ഈ മാതൃഭക്തി. റോമിലെ സെന്റ് അൽഫോൺസ് ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. മാതാവ് ഉണ്ണിയെ കൈകളിൽ എടുത്ത മാതൃകയിലാണ് കാണപ്പെടുന്നത്. എന്തോ കണ്ട് ഭയന്ന് കുതിച്ചു ചാടി അമ്മയെ മുറുകെ പിടിക്കുവാനുള്ള ശ്രമത്തിൽ തൻ്റെ ഒരു കാലിലുള്ള ചെരുപ്പിൻ്റെ വള്ളി അഴിഞ്ഞ് താഴേക്ക് തൂങ്ങി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിത്യസഹായ മാതാവിൻ്റെ കരങ്ങളിൽ എല്ലാ മക്കളും എപ്പോഴും സുരക്ഷിതരാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നതാണ്. അമ്മയുടെ ശിരോവസ്ത്രത്തിൻ്റെ മധ്യഭാഗത്തായി 8 സ്വർണരേഖീയ രശ്മികളുള്ള ഒരു നക്ഷത്രവും അതിനടുത്തായി നക്ഷത്ര രൂപത്തിലുള്ള കുരിശും കാണുവാൻ കഴിയും. ഈ ലോകത്തിൻ്റെ ഇരുട്ടിലേക്ക് ക്രിസ്തുവിൻ്റെ വെളിച്ചം കൊണ്ടുവന്ന നക്ഷത്രമാണ് മറിയം. പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം എന്ന നിലയിൽ നമ്മുടെ സ്വർഗീയ രാജ്ഞി നിരന്തരം ദൈവത്തോട് നമുക്ക് വേണ്ടി ന്യായം വാദിക്കുന്നു. അമ്മ ഈ ലോക ജനതയുടെ മധ്യസ്ഥയാണ്. ശിരസിനരികിൽ ജീസസ് ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് ലിപിയിലുള്ള ചുരുക്കാക്ഷരം കാണുവാൻ കഴിയും. അമ്മയുടെ കയ്യിൽ നാമെല്ലാം സുരക്ഷിതരാണെന്നതാണ് ഉണ്ണിയുടെ കൈകൾ മറിയത്തിൻ്റെ വലത് കൈയാൽ താങ്ങിയതായി കാണപ്പെടുന്നത്. കേരളത്തിലെ കത്തോലിക്കരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടത്ത് എത്തുന്ന തീർത്ഥാടകർ ഓച്ചന്തുരത്ത് നിത്യസഹായ മാതാ പള്ളി സന്ദർശിക്കാറുണ്ട്.
ഒരു തീരദേശ ഗ്രാമമെന്ന നിലയിൽ ചരിത്രപരമായി ഉപജീവനത്തിന് കടലിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നതെങ്കിലും പുതിയ തലമുറ മറ്റ് ജോലികളിലും ഇന്ന് പ്രധാന സ്ഥാനം വഹിക്കുന്നത് ഈ പ്രദേശത്തിന്റെ വളർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാവരും ഇവിടെ കാണിക്ക ഇടുന്നത് മാതാവിനോടുള്ള അവരുടെ ഭക്തി ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന മാതാവിൻ്റെ കാൽപാദത്തിൽ വണങ്ങുന്ന ഏവർക്കും അമ്മ മാധ്യസ്ഥ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും എന്ന വിശ്വാസമാണ് ജനലക്ഷങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്.